അവനവന്റെ കാര്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി മർദ്ദനമേൽക്കേണ്ടി വന്ന ശരീരത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ല എന്നുള്ളതാണെങ്കിൽ ഈ കൺവെൻഷൻ കൂടി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ലെന്ന് പറയുന്നതിന്റെ കാരണം ഹൃദയം നാദാപുരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സംഗമം ഇവിടെ തെളിയിക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടി നമുക്കിടയിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ മത്സരം KM അഭിജിത്തും LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലല്ല. ഇവിടെ മത്സരം KM അഭിജിത്തും ഷാഫി പറമ്പിലും തമ്മിലാണ്. ഞാനത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഭൂരിപക്ഷം ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾ ജയിപ്പിച്ചു തരുമോ? വാക്കാണോ? ഉറപ്പാണോ? അഭിജിത്തെ നാദാപുരം വാക്ക് പറഞ്ഞ വാക്കാണ്. അതിന് ഒരു കാര്യം കൂടെ പറയുന്നു. അഭിജിത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടൈറ്റായ ഒരു ഷെഡ്യൂളിൽ നിന്ന് ഇന്ന് നിരവധി കൺവെൻഷനുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഉൾപ്പെടെ, ഏറനാട് ഉൾപ്പെടെ, PK നവാസിന്റെ ഉൾപ്പെടെ, മഞ്ചേരി ഉൾപ്പെടെ 2 മാധ്യമങ്ങൾക്ക് അനുവദിച്ച സമയം, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ഷെഡ്യൂളിൽ ഒരു ഇഞ്ച് സമയമില്ലാന്നിട്ട് പോലും ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് നമ്മൾ വിളിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്കും സമയം കിട്ടാഞ്ഞിട്ട് പോലും നാദാപുരത്തിന്റെ മണ്ണിൽ തങ്ങൾ വരണമെന്ന് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സൂപ്പിക്ക് ഇവിടെ പറഞ്ഞപ്പോ, വെങ്കലത്തൂടെ പറഞ്ഞപ്പോ, CK പറഞ്ഞപ്പോ, രഘു പറഞ്ഞപ്പോ, ഈ നേതാക്കന്മാർ ഓരോരുത്തരും പറഞ്ഞപ്പോ, പറഞ്ഞപ്പോ ഒരു ഫോൺ കോൾ എടുത്തിട്ട് തങ്ങളെ പറയുന്നതിൽ വിഷമമുണ്ട്, എങ്കിലും ഒന്ന് നാദാപുരത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ പിന്നെ വരല്ലാതെ എന്താ ചെയ്യല്ലേ എന്ന് ചോദിച്ച് ഇവിടേക്ക് കടന്നു വന്ന പാണക്കാട്ടെ തങ്ങൾ, സാദിഖലി തങ്ങൾ, ആ തങ്ങൾ ഈ നാടിന്റെ തണലാണെന്ന് ആരും മറക്കണ്ടെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ തങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളോട് പറയുന്നുണ്ട്, അഭിജിത്തിനെ ജയിപ്പിക്കണമെന്ന് തങ്ങള് ഇവിടെ വന്ന് നേരിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇനി അഭിജിത്ത് പറഞ്ഞ വാചകം അച്ചട്ടാണ്. ഇന്നലെ വൈകുന്നേരം വരെ തോന്നിയ ആത്മവിശ്വാസത്തിന്റെ 10 മടങ്ങാണ് നിങ്ങളും തങ്ങളും നാദാപുരവും ആ ചെറുപ്പക്കാരനെ കൊടുക്കുന്നെങ്കിൽ ആ തല്ലി ഒതുക്കാൻ നോക്കിയ കൈകൾ നാളെ സല്യൂട്ട് അടിക്കുന്നത് കാണാൻ നാദാപുരം ഒരു റിസൾട്ട് ഇവിടെ കാത്തു വെച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ അഭിജിത്ത് അവരുടെ നാദാപുരം നിയോജക മണ്ഡലത്തിന് പുതിയ അരുണോദയങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി നാദാപുരത്തെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഭിജിത്ത് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും. ഇതിന് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, കോഴിക്കോട് സിറ്റിയിലും കോഴിക്കോട് നഗരത്തിലും പരിസരങ്ങളിലൊക്കെയുള്ള ഐക്യജനാധിപത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് അവയുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ വളരെ അടുപ്പം പുലർത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് ശ്രീ അഭിജിത്ത്. തവണ അദ്ദേഹം മത്സരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്ന പ്രദേശമാണ് നാദാപുരം. ഈ നാദാപുരം നഗരത്തിലാണ് എന്നറിയുന്നതിൽ സന്തോഷം. നാദാപുരത്തെ